ഓക്കെ. നമസ്കാരം, ഞാൻ കാർത്തിക എസ്. കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ടീച്ചർ ട്രെയിനിങ് കോളേജിലെ 4ാം സെമസ്റ്റർ BEd വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ സുരക്ഷിതത്വവും അതുപോലെ അവരുടെ അവകാശങ്ങളും പലപ്പോഴും ഭീഷണിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായി അരങ്ങേറുന്ന അനീതികൾക്കൊപ്പം കുട്ടികളുടെ മനസ്സ് പിച്ചു ചെയ്യുന്ന പല സംഭവങ്ങളെയും പോക്സോ കേസ് എന്ന പേരിലാണ് നാം പരിചിതമായിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഇരകൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി 2012 ഇന്ത്യൻ നിയമസംഹിത നടപ്പിലാക്കിയ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്ന പോക്സോ ഒരു വലിയ നിയമ ആയുധം തന്നെയാണ്. ഈ ഡോക്യുമെന്ററിയിലൂടെ പോക്സോയുടെ പിന്നാമ്പുറങ്ങൾ, നിയമവശങ്ങൾ, പ്രായോഗിക തലങ്ങൾ എന്നിവയെ പറ്റിയുള്ള കണ്ടെത്തലുകളിലൂടെ വിവരം നയിക്കുന്നു. അതേപറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ഈസ്റ്റ് SHO ആയ ശ്രീ ശ്രീജിത്ത് സാറാണ്. നമസ്കാരം സാർ. അപ്പം നമുക്ക് പോക്സോ കേസ് ആദ്യമായ ഒരു കേസിനെ പരിഗണിക്കാനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മാനദണ്ഡം അല്ല ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള സെക്സ്വൽ അബ്യൂസ് കേസുകൾ, സാധാരണ കേസല്ല, സെക്സ്വൽ അബ്യൂസ് കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് എന്നുള്ള സാധനം വരുന്നത്. ഇതിനകത്ത് 2 കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് സാധാരണ വരുന്നത്. ഒന്ന്, ചിലപ്പോൾ വരാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിക്റ്റിം ആയിട്ടുള്ള ആളുകളുണ്ട്. അത് ശരിക്കും വിക്റ്റിം എന്ന് നമുക്ക് പറയാൻ പാടില്ല, സർവൈവർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടില്ല. അല്ലാത്ത ചില കാറ്റഗറിയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പെർപെട്രേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ, അക്യൂസ്ഡ് ആയിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ 18 വയസ്സിൽ മുകളിലുള്ള ആളുകളാവാം, ചിലപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആളുകളാവാം. അപ്പം 18 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ അവരെ നമ്മൾ CCL എന്ന് പറയും, അതായത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറഞ്ഞ കാറ്റഗറി വരും. ഇതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. അതുകൊണ്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഇത് സ്വീകാര്യത നൽകുന്നുണ്ട്? സ്വീകാര്യത എന്നുള്ളതല്ല, നമ്മള് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജനറലായിട്ട് നമുക്ക് ഒഫൻസുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IPC എന്ന് പറയുന്ന ഒരു നിയമം മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. കുട്ടികളുടേതും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് ആ ജനറൽ ലോ മാത്രം വെച്ചിട്ടായിരുന്നു നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടേത് മാത്രമായിട്ട് ഡൽഹിയിലെ ഇൻസിഡന്റ് വന്നതിന് ശേഷം 2012 ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് പ്രത്യേകമായിട്ടുള്ള നിയമം കൊണ്ടുവന്നത്. കുറച്ച് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആളുകൾക്ക് ധാരണയുണ്ട്. പക്ഷെ ഇപ്പൊ ജനറലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കിടയിലാണെങ്കിൽ തന്നെ ഒരു ചെറിയ പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിലും ചില പ്രത്യേക സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല. ചിലപ്പം ചില ആളുകൾ കുട്ടികൾക്കിടയിലൊക്കെ തന്നെ ചില കുറ്റകൃത്യങ്ങൾക്ക് പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ കുറ്റകൃത്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വലിയ ശിക്ഷകളെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ ഇതിന്റെ കാരണമായിട്ട് വരുന്നു. ലീഗൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പാകെ ഇങ്ങനൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സാധാരണപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചുള്ള ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു കൗൺസിലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഉപകരിക്കും. അങ്ങനെ ആരുടെ മുമ്പാകെ ഇങ്ങനൊരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഈ ഒഫൻസ് സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് തൊട്ടടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അറിയിക്കുക എന്നുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. അപ്പം തന്നെ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി കേസ് എടുക്കണം. അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് പോകണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ അല്ലെങ്കിൽ ഈ കുട്ടിക്കോ ആണായിക്കോട്ടെ പെണ്ണ, ഇതൊരു ന്യൂട്രൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആക്ടാണ്. അതാണ് ഇതിനകത്ത് പ്രത്യേകത. ബാക്കി എല്ലാ ആക്ടിനും അതിനകത്തൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇത് ആണെന്നോ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല, ഒരു ന്യൂട്രൽ ജെൻഡർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കും കുട്ടികളെ കൂടുതലായിട്ട് ഒരു കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തൊരു വെറാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചറിയണം. പക്ഷെ ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ നിയമവശം. ഇതിന്റെ
ഫോർമാലിറ്റീസ് ഒക്കെ കൂടുതലും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണോ? കുട്ടികൾക്ക് എത്രമാത്രം ഇത് അവർക്ക് അതിനുശേഷമായാലും നമുക്ക് മാനസികമായിട്ടൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മെഷേഴ്സ് നമുക്ക് പോലീസ് ഫണ്ടിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തൊക്കെയാണ് സ്വീകരിക്കാറുള്ളത്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ നമുക്കെതിരെ കേസുണ്ടാവും. പോക്സോ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫെയിലുവർ ടു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അതിന് നമ്മൾ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയമാവും. ഇങ്ങനെ ഒരു ഒഫൻസ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പൂർണ്ണമായിട്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാണോ സർവൈവർ അല്ലെങ്കിൽ വിക്ടിമായിട്ട് വരുന്ന ആളുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഒഫൻസ് നമുക്ക് റിപ്പോർട്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് ചെയ്യും. ഒന്നാമത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലീഗൽ എയ്ഡ് കിട്ടും. നിയമപരമായ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എല്ലാ ജില്ലകളിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. വക്കീലന്മാരുടെ സേവനം അവർക്ക് കിട്ടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുട്ടികളുടെ കാര്യം മാത്രം നോക്കുന്നതിനുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റിയാണ് നമ്മൾ പറയുന്നത് CWC എന്ന് പറയും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ വേറെ ഓഫീസറാണ്, അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ തന്നെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കൗൺസിലിങ്ങോ അതുപോലെ ചിലപ്പോൾ ഭയങ്കര ക്രൂരമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് പെർപെട്രേറ്റർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അക്യൂസർ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ വീട്ടിലെ തന്നെ ബ്ലഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വലിയ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിവരെ അവിടുത്തെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകും. അതാണ് ചെയ്യുന്നത്. പിന്നീട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് റിപ്പോർട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു BLOയെ നിയമിക്കും. അത് പറഞ്ഞാൽ വിക്ടിം ലിയേസൺ ഓഫീസർ എന്ന് പറയും. ഇവരൊരു കേസ് തുടങ്ങി ഈ കേസ് ഡിസ്പോസൽ ആകുന്നതും വരെ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ അല്ലെങ്കിൽ മോറൽ മറ്റേതെങ്കിലും ആയിട്ടുള്ള സപ്പോർട്ടുള്ള കൊടുക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണ്? ഈ വിക്ടിം ലിയേസൺ ഓഫീസറിനാണ് ഉത്തരവാദിത്വം. അല്ലല്ല, ഇത് 3 തരത്തിലാണ്. 3 ശരിക്കും പറഞ്ഞാൽ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ പോക്സോടെ വരുന്നത്. ഒന്ന് വരുന്നത് വെച്ചാൽ പെനിട്രേറ്റീവ് സെക്സ്വൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ വരും. അതായത് നമ്മുടെ റേപ്പ് എന്ന് പറയുന്ന സംഗതി വരും. അടുത്ത ഒരു കേസ് വരിക എന്ന് പറഞ്ഞാൽ സെക്സ്വൽ അസാൾട്ട് വരും. ശാരീരികമായിട്ടുള്ള സ്പർശനം അങ്ങനെയുള്ള സംഗതികൾ വരും. അടുത്ത പറഞ്ഞാൽ സെക്സ്വൽ ഹരാസ്മെന്റ് വരും. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കൊണ്ടിട്ട് അവരെ ഉപദ്രവിക്കുന്ന രീതി. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 കാറ്റഗറി. ഇതല്ലാതെ മറ്റൊരു തരത്തിൽ വരുന്നതാണ്, അതായത് മീഡിയ യൂസ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും വിഷ്വൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോഗ്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാൻ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഗതിയാണ് വരുന്നത്. 4 കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള പണിഷ്മെന്റാണ് കിട്ടുന്നത്. എല്ലാത്തിനും വളരെ സിവിയർ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ അതിന്റെ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാവുന്ന സംഗതി അതിനകത്തേക്ക് വരും. അല്ലാത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെന്റ് അതുപോലത്തെ കോമ്പൻസേഷന്റെ ഭാഗത്ത് വരുന്ന അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള പണിഷ്മെന്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. പിന്നെ ഇതില് പണിഷ്മെന്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒഫൻസുകൾക്ക് ഈ നമ്മളുടെ ഇപ്പം BNS പുതുതായിട്ട് വന്നുള്ള BNS അതുപോലെ നേരത്തെ IPC ഒരു പണിഷ്മെന്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ. ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടത്തിയ ഒരാളെ കൂട്ടിൽ നിർത്തിയിട്ട് കോടതി വിസ്തരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോടതി ധരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണ് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യുന്ന പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലിയാണ് ഇയാൾ കുറ്റവാളിയാണെന്നുള്ള എവിഡൻസ് കൊടുത്ത് 100% കോടതി കൺവിൻസ് ചെയ്യിക്കുന്നു ഇയാൾ കുറ്റവാളിയാണെന്ന് കൺവിൻസ് ചെയ്യുമ്പോൾ മാത്രമേ ശിക്ഷെടുക്കുന്നത്. പക്ഷേ ഈ പോക്സോ കേസിനെ പ്രത്യേകിച്ച് റിവേഴ്സ് ബർഡനാണ്. കോടതി ആദ്യം തന്നെ കുറ്റവാളിയാണെന്നാണ് കരുതുന്നത്. അപ്പൊ അത്രയും ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സത്യസന്ധമാണെന്ന് 100% ബോധ്യമായതിനു ശേഷം മാത്രം അത് നമ്മൾ ആ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി പ്രതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് നിരപരാധിയായിട്ടുള്ള ആളിനെ പിടിച്ചിട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുമ്പോൾ ഫാമിലി ഡിസ്പ്യൂട്ടുകളൊക്കെ വരും. സ്വന്തം കുട്ടിയെ തന്നെ ഭർത്താവിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കെതിരായിട്ട് മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് കളവായിട്ടൊക്കെ പോക്സോ കേസിൽ വരുന്ന സാഹചര്യം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വേണം നമ്മളത് ചെയ്യുന്നത്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ നിയമം വന്നു.
പണിഷ്മെന്റ് വളരെ സിവിയർ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പല ആളുകൾക്കും ശിക്ഷ കിട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത വളരെ കുറയും. പക്ഷെ അതിനുവേണ്ടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ടുള്ള പ്രവണത കുറയും. പരിമിതികളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ തീരെ കുഞ്ഞുകുട്ടികൾക്കായിരിക്കാം സംഭവിക്കുന്നു, കുട്ടികളോട് ചോദിച്ചൊന്നും അറിയാൻ പറ്റും. അപ്പോൾ രക്ഷകർത്താക്കളിൽ നിന്നായിരിക്കും ഇത് നമുക്ക് കിട്ടേണ്ടത്. ചില ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഡിസ്പ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇത് ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഒരു പിന്നെ ഒരിക്കലും മെയിനായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് ഇവരുമായിട്ട് കണ്ടുമുട്ടാൻ പറ്റില്ല. ഇത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതും ബാക്കി തുടർ പ്രക്രിയ എല്ലാം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു വിചാരധാര എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരിലൂടെ ചോദിച്ച് ഒരു ഇടയ്ക്ക് മീഡിയേറ്റർ വെച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഇതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു അനീതി എത്രയായാലും നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചില്ലാതാക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ഇതിന്റെ കൂടുതൽ സുഖമായിട്ടുള്ള ഒരു നടത്തിപ്പിന് എന്തൊക്കെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പൊതുജനങ്ങൾക്കായാലും അവരിലേക്ക് ഇതിന്റെ വിനാശങ്ങളെ പറ്റി ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക, പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, എന്താണ് അതുപോലെ തന്നെ ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്, ആളുകളുമായിട്ട് മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് പറയണം. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ തന്നെ എന്ന് പറഞ്ഞാലും ശരി, നമ്മൾ പലപ്പോഴും തിരക്കിട്ട ജീവിതങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പൊ ഇവരെ കുറച്ച് സമയം കേൾക്കാനായിട്ടും അവരോട് നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ പലതും മൂലപ്പെട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സൊസൈറ്റിക്ക് അവയർനെസ് കൊടുക്കണം, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവയർനെസ് കൊടുക്കണം. പണിഷ്മെന്റ് കിട്ടാത്തവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് അവയർനെസ്, രണ്ടാമത്തെ പ്യൂരിറ്റീവ് മെഷേഴ്സ്, പണിഷ്മെന്റ്. ഇതിനെ രണ്ടിനെ സംബന്ധിച്ച് എത്രത്തോളം ഏതൊക്കെ ഫോറത്തിൽ ചെന്നോന്നത് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാമോ അതെല്ലാം കൊടുക്കലാണ് ഇതിന്റെ ഒരു മാർഗം. അല്ലാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് നമ്മളെപ്പോഴും അഭിമാന പുരസ്സരം പറയാറുണ്ട്. എന്നാൽ വളരുന്ന ചുറ്റുപാടിനെ ഭയക്കാതെ കരുത്തുള്ള ഒരു തലമുറയായി വളർന്നു വരാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പോക്സോ പോലെയുള്ള നിയമങ്ങൾ ഒരു തണലായി മാറട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പോക്സോ കേസിനെ കുറിച്ച് ഇത്രയധികം വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശ്രീ സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചു. നന്ദി.